എന്തായിരുന്നു യേശുവിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം? യേശുവിനെ പോലെയാക്കാൻ. എന്താണ് ഒരു വ്യക്തി പ്രാർത്ഥിക്കേണ്ടത്? എന്തിനാണ് ഒരു വ്യക്തി വിലപിക്കേണ്ടത്? എന്താണ് ഒരു വ്യക്തിയുടെ അകത്ത് കിടക്കേണ്ട ആഗ്രഹം? ഈശോയെ പോലെ ആവണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മളിതൊന്നും ചിന്തിക്കാത്ത, ഇതൊന്നും നമ്മുടെ തലയിൽ വരാത്ത കാര്യങ്ങളാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവമേ എൻ്റെ ഭൗതിക കാര്യം നടത്തിത്താ, എൻ്റെ മക്കളെ കെട്ടിച്ച് വിട്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് IELTS പാസ്സാക്കി കൊടു, OET പാസ്സാക്കി കൊടു, കാനഡയിൽ എത്തിക്ക്, കല്യാണം നടത്തി കൊടുക്ക്, മക്കളെ കൊടുക്ക്. ഇതേ ഉള്ളൂ പാവപ്പെട്ട മക്കളായി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഈശോ പറയുകയാണ്, പരിശുദ്ധാത്മാവ് പറയുകയാണ്, മക്കളെ ഇതല്ല പ്രാർത്ഥിക്കേണ്ടത്. എന്താ പ്രാർത്ഥിക്കേണ്ടേ? എൻ്റെ ദൈവമേ എന്നെ ഈശോയെ പോലെ ആക്കണേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ യേശുവിനെ പോലെ ആയിട്ടുണ്ടോ? നിങ്ങൾ വേറെ ആരെയും കാര്യം പറയണ്ട. എന്നോട് ചോദിക്കുകയാണ്, ഞാൻ യേശുവിനെ പോലെ ചിന്തിക്കുന്നില്ല, ഞാൻ യേശുവിനെ പോലെ സംസാരിക്കുന്നില്ല, ഞാൻ യേശുവിനെ പോലെ സഹിക്കുന്നില്ല, ഞാൻ യേശുവിനെ പോലെ ക്ഷമിക്കുന്നില്ല, ഞാൻ യേശുവിനെ പോലെ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നില്ല, ഞാൻ യേശുവിനെ പോലെ ക്ഷമിക്കുന്നില്ല. ഞാൻ യേശുവിനെ പോലെ ആയിട്ടില്ലെന്ന് മാത്രമല്ല, ഞാനൊരു നല്ല മനുഷ്യൻ പോലും ആയിട്ടില്ല. പിന്നെ ഞാൻ ഈ ലോകത്തെ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കൾക്ക് ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുകയാണ്. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായിരുന്നു പ്രാർത്ഥിക്കേണ്ടിയിരുന്നത്? പറയൂ. ദൈവമേ എൻ്റെ ഭർത്താവിനെ യേശുവിനെ പോലെ ആക്കണേ, എന്നെ യേശുവിനെ പോലെ ആക്കണേ, എൻ്റെ മക്കളെ യേശുവിനെ പോലെ ആക്കണേ. ഇതായിരുന്നു പ്രാർത്ഥനയുടെ വിഷയം. പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി നിങ്ങൾ കേട്ടോ, ഇതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ഇതാണ് നിങ്ങളുടെ അകത്ത് കിടക്കുന്ന പ്രാർത്ഥനയുടെ വിഷയമെങ്കിൽ, അതായത് യേശുവിനെ പോലെ ആക്കുക എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി ദൈവസന്നിധിയിൽ എത്തും പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞാൻ ഇന്നും കോപിച്ചിട്ടാണ് വന്നത്, കർത്താവ് ഇന്നും എനിക്ക് കരുണ കാണിക്കാൻ പറ്റിയില്ല, കർത്താവ് ഇന്നും എനിക്ക് മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാൻ പറ്റിയില്ല, കർത്താവ് ഇന്നും എൻ്റെ ഉള്ളിൽ ഒത്തിരി ദ്രവ്യാഗ്രഹവും മോഹവും കോപവും, ഇപ്പോഴും എൻ്റെ ഉള്ളിൽ എനിക്ക് ഒത്തിരി ഇറിറ്റേഷനുണ്ട്, എൻ്റെ ഉള്ളിൽ ഒത്തിരി കോപമുണ്ട്, ദൈവമേ അത് വർഷങ്ങളായിട്ടും എൻ്റെ ഉള്ളിൽ നിന്ന് ഒത്തിരി തിന്മകളൊന്നും മാറിയിട്ടില്ല, കർത്താവ് ഞാൻ ഈശോയെ പോലെ അല്ല. ഇതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുക, എന്നെ നിങ്ങൾ വിശ്വസിക്കുക, ഞാൻ സത്യം പറയും, നിങ്ങൾ എന്നെ വിശ്വസിക്കുക. ഇതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ എഴുതി വെച്ചോ, നിങ്ങളുടെ ഒരു ഭൗതിക കാര്യത്തിന് വേണ്ടി പോലും പ്രാർത്ഥിക്കേണ്ട ഒരാവശ്യം നിങ്ങൾക്ക് വരില്ല. അത് ദൈവം നടത്തി തന്നിരിക്കും. ഇത് ഉറപ്പാണ്, എന്നെ വിശ്വസിക്കുക. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം തന്നോളാന്ന്. കർത്താവേ എനിക്ക് എൻ്റെ കർത്താവിനെ പോലെ ആവണം, പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാവണം. നിങ്ങളൊന്ന് ആലോചിച്ച് എത്ര വർഷമായി മാമോദീസ സ്വീകരിച്ചിട്ട് എന്താ നമ്മുടെ സ്വഭാവത്തിൽ വന്ന വളർച്ച? എങ്ങനെയാ നമ്മൾ കുറെ കൂടെ നല്ല മനുഷ്യരായത്? ആയോ? ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ വൈരാഗ്യവും വെറുപ്പും കലഹവും ദുഷ്ടതയും സ്വാർത്ഥതയും. എവിടെയാണ് നമ്മൾ നന്നായത്? മോഹങ്ങളും. എവിടെയാണ് നമുക്ക് മാറ്റം വന്നത്? എവിടെയാണ് നമ്മൾ വിശുദ്ധരായത്? എവിടെയാണ് നമുക്ക് ഒരു ഉയർച്ച വന്നത്? എവിടെയാണ് നമുക്കൊരു ക്വാളിറ്റി വന്നത്? നമ്മൾ വളർന്നോ? സത്യം പറ, നമ്മൾ വളർന്നോ? കെട്ടിടങ്ങൾ വളർന്നു, വണ്ടിയുടെ വലിപ്പം കൂടി, പോക്കറ്റിൻ്റെ കനം കൂടി, ബാങ്ക് ബാലൻസ് കനത്ത് തുടങ്ങി, ശമ്പളത്തിൻ്റെ അക്കം കൂടി, മക്കളൊക്കെ നല്ല നിലയിലായി. മതിയോ? കുറച്ചുകൂടെ കരുണ വേണ്ടേ? കുറച്ചുകൂടെ സഹാനുഭൂതി വേണ്ടേ? കുറെ കൂടി മനുഷ്യരോട് സ്നേഹം വേണ്ടേ? കുറെ കൂടി എളിമ വേണ്ടേ? കുറെ കൂടി ഹൃദയം തുറക്കപ്പെടണ്ടേ? കുറെ കൂടെ മനുഷ്യർ രക്ഷപ്പെടണം, ആത്മാക്കൾ രക്ഷപ്പെടണം ദാഹം വേണ്ടേ? വാങ്ങുക, ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കുക എന്നതിനപ്പുറത്ത് ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്നൊരു ജീവിതമായിട്ട് മാറണ്ടേ? വളരുന്നില്ല, സഭ വളരുന്നില്ല. കെട്ടിടങ്ങൾ വളർന്നു, സ്ഥാപനങ്ങൾ വളർന്നു, പ്രസ്ഥാനങ്ങൾ വളരുന്നു, സഭ വളർന്നു എന്ന് പറയാൻ പറ്റുന്നില്ല. സഭയെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും നമ്മൾ വളർന്നു എന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം എന്താ? നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും മാറിയിട്ടൊന്നുമില്ല. നമ്മളിപ്പോഴും ആ പഴയ കാര്യങ്ങൾ തന്നെ, ചക്കയും മാങ്ങയും ചോദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ നിലവിളി ഇതാണ്. കർത്താവ്, അതായത് നമ്മൾ ഒരു 5 മിനിറ്റ് ഈശോയുടെ മുമ്പിൽ ശാന്തമായിട്ടിരുന്നാൽ അപ്പോൾ ദൈവ ഹൃദയത്തിലൊരു വേദന തരും. ഈ വേദന തരും, അതായത് ദൈവജനം നിങ്ങൾ വളരുന്നില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായില്ലേ? അതായത് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ, ഇപ്പോൾ അച്ഛനാണ്. അപ്പോൾ
അദ്ദേഹം ഞാൻ ഞങ്ങൾ അവധിക്ക് സമയം എൻ്റെ ബാച്ചുകാർ ചില സുഹൃത്തുക്കൾ എൻ്റെ വീട്ടിൽ വരും അവധിക്ക്, ഞാൻ അവരുടെ വീട്ടിൽ പോവും, അങ്ങനെയൊക്കെ പോകുമായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി പരീക്ഷയൊക്കെ അടുക്കുന്ന സമയത്ത് ഒരുമിച്ച് ഏതെങ്കിലും വീട്ടിൽ ഒരുമിച്ചിരുന്ന് എല്ലാവരും കൂടെ പഠിക്കും, 3-4 പേര്. അപ്പം ഞാൻ ഒരു ദിവസം അവൻ്റെ വീട്ടിൽ പോയിരുന്ന് പഠിക്കുന്ന സമയത്ത് അയലോക്കക്കാരൊക്കെ വെള്ളം കോരാൻ വേണ്ടി വരും. ഈ വീട്ടിൽ വെള്ളം കോരാൻ വേണ്ടി വരുമ്പോൾ തൊട്ടിയും കയറും ഉണ്ട്, മോട്ടറും വെച്ചിട്ടുണ്ട്. അപ്പം ഈ ആളുകൾ വരുമ്പോൾ ഈ കോരി മടുക്കുന്നത് കാണുമ്പോൾ ഞാനീ പറയുന്ന നമ്മുടെ സഭയിലെ ഒരു അച്ഛനാണ്, അച്ഛൻ്റെ അമ്മ സ്വർഗത്തിലെ ആളിപ്പം, അച്ഛൻ്റെ അമ്മ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ആളുകൾ വെള്ളം കോരുന്ന കാണുമ്പോൾ നേരെ വന്നിട്ട് മോട്ടറിന് സ്വിച്ചിട്ട് കൊടുക്കും. അപ്പോൾ കിണറ്റിൻ്റെ അടുത്ത് തന്നെ, ആ മോട്ടറിൻ്റെ അടുത്ത് തന്നെ ഒരു പൈപ്പുണ്ട്. ആ മോട്ടറിൽ തന്നെ ഒരു പൈപ്പുണ്ട്. അതിനകത്തുനിന്ന് വെള്ളം നല്ല ഫോഴ്സ്ഫുള്ളായിട്ട് കിണറ്റിൽ നിന്ന് അടിച്ച് കയറി വരും. അത് അയലോക്കക്കാരെല്ലാം പിടിച്ചുകൊണ്ട് നല്ല സന്തോഷമല്ലേ, കോരണ്ടല്ലോ. കറണ്ട് ചാർജ് ആവുന്നുണ്ട് ഇവിടെ, മനസ്സിലായി, നല്ല കറണ്ട് ചാർജ് കയറി വരുന്നുണ്ട്. അപ്പോൾ ഈ ചേട്ടൻ വരുമ്പോൾ ചേട്ടൻ വന്നിട്ട് കിടന്ന് വഴക്കുണ്ടാക്കും. വഴക്കെന്നല്ല, വഴക്ക് പറയും, നിനക്ക് അവർ കോരത്തില്ല, അവർക്ക് ആരോഗ്യമുള്ളവരല്ലേ, നീ മോട്ടർ ഇട്ട് കൊടുത്താ. ഉടനെ ഈ അമ്മച്ചി പറയും, ഓ പിന്നെന്തിനാ പള്ളിയിൽ പോകുന്നതെന്ന് ചോദിക്കും. ഞാൻ ഇത് കേട്ടിട്ടുണ്ട് പലതവണ. പാവം സ്വർഗത്തിലെ ഇപ്പം ഈ അമ്മച്ചി ഈ ചേച്ചി പലതവണ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പിന്നെന്തിനാ നിങ്ങൾ ഈ പള്ളിയിൽ പോകുന്നേ, നീ ദുഷ്ടതയും വെച്ചുകൊണ്ട്. അപ്പോൾ പറയും, അല്ലടി എടി, ഇത് നീ നമ്മൾ വെള്ളം കൊടുക്കുന്നില്ലേ, ഒരു വെള്ളം കോരിക്കൊണ്ട് പോട്ട് നീ മോട്ടർ ഇട്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അത് മോട്ടർ ഇപ്പോൾ വെച്ചാൽ കറണ്ട് ചാർജ് നിങ്ങളും അടയ്ക്കണം, നിങ്ങൾ പിന്നെന്തിനാ പള്ളിയിൽ പോന്നേ. ഞാൻ പറയുന്നത്, ഇങ്ങനെ നമ്മൾ ഇത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ പള്ളിക്കകത്തുള്ള വല്ലവരും അങ്ങനെ ചെയ്യുമോ? അല്ല, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കുറവാ. നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചു, നമ്മൾ ഒത്തിരി ദൈവത്തെ വിളിച്ചു, പക്ഷെ ദുഷ്ടത കുറഞ്ഞിട്ടില്ല, ദുഷ്ടതയ്ക്ക് ഒരു അറുതി വന്നിട്ടില്ല, ഈ അതിന് മാന്തുന്ന സ്വഭാവം മാറിയിട്ടില്ല, മനുഷ്യനിട്ട് പാല വെക്കുന്ന പരിപാടി മാറിയിട്ടില്ല, ഈ കുന്നായ്മയും കള്ളത്തരവും കൊള്ളരുതായ്മയും എല്ലാം അതൊന്നും മാറിയിട്ടില്ല, ഈ ചീഞ്ഞ സ്വഭാവം മാറിയിട്ടില്ല, മനസ്സിനകത്ത് കിടക്കുന്ന ഈ അശുദ്ധി അത് മാറിയിട്ടില്ല. പ്രാർത്ഥനക്കാർ വളർന്നു, കെട്ടിടങ്ങൾ വളർന്നു. അപ്പം എന്താ ദൈവജനത്തിൻ്റെ ഹൃദയത്തിലുണ്ടാവേണ്ട നിലവിളി എന്താ? ദൈവം എനിക്ക് കുറച്ചുകൂടെ ഭേദപ്പെട്ടൊരു മനുഷ്യനാവണം. 5 കൊല്ലം മുമ്പ് എന്നെ അറിയാവുന്ന ഒരാൾ 5 കൊല്ലം കഴിഞ്ഞിട്ട് എന്നെ കാണുമ്പോൾ പറയണം, പഴയ പോലല്ല, ആളൊത്തിരി മാറിയിട്ടുണ്ട്. പഴയ പോലല്ല, നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്, നശിച്ചു എന്നല്ല, മാറ്റം വന്നിട്ടുണ്ട്, കുറച്ചുകൂടെ യേശുവിനെ പോലെ ആയിട്ടുണ്ട്. ഇങ്ങനെ ചരിഞ്ഞ് നോക്കുമ്പോൾ ഏതോ ഒരു ആംഗിളിൽ ഹി ലുക്സ് ലൈക്ക് ജീസസ്, യേശുവിനെ പോലുണ്ട്. അയ്യോ, ഇവിടെ നോക്കുമ്പോൾ ഈശോയെ പോലെ ഉണ്ടല്ലോ, സംസാരം കേട്ടിട്ട് കർത്താവിനെ പോലെ ഉണ്ടല്ലോ, പെരുമാറ്റം കണ്ടിട്ട് കർത്താവിനെ പോലെ ഉണ്ടല്ലോ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല നമ്മളെക്കുറിച്ച് പറയുന്നത്, അല്ലേ? സാത്താനെ പോലെ ഉണ്ടെന്നായി പറയുന്നത്. കൊമ്പും വാലും ഇല്ലെന്നേ ഉള്ളൂ, പിശാചിനെ പോലെ ഇരിക്കുന്നു. കണ്ടേ, മരമോന്താ പറഞ്ഞേ ഹല്ലേലൂയ. ഇതാണ് ആളുകൾ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത്? എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഈശോയെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. പരിശുദ്ധാത്മാ പറയാണ്, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആഗ്രഹിക്കുകയാണ്, നമുക്കത് ഒത്തിരി പ്രാർത്ഥിക്കുന്ന മക്കൾ എഴുന്നേക്കണം. പ്രാർത്ഥിക്കുന്നവർ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ, ഇന്ന് നമ്മൾ പ്രാർത്ഥനാ മുറിയിൽ കാണുന്നതാണ് നാളെ നമ്മുടെ കൺമുമ്പിൽ സംഭവിക്കാൻ പോകുന്നത്. ഇന്ന് പ്രാർത്ഥനാ മുറി കാണുന്നതാണ്, പ്രയർ റൂമിൽ നിങ്ങളൊരു പാ വിരിച്ചിട്ട് മുട്ടയിൽ നിന്ന് ഇന്ന് പ്രാർത്ഥിക്കുന്നതാണ് നാളെ സംഭവിക്കുന്നത്. അത് സംഭവിക്കും, അതിന് യാതൊരു സംശയം വേണ്ട. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇവിടെ ഈ അൾത്താരയിൽ നിന്നിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ദൈവമേ ഒരു ബൈബിൾ ഗ്രാമം. നിങ്ങൾ മൗണ്ട് കാർമലിൽ വന്ന് നോക്ക്, അവിടെ ഒരു ബൈബിൾ ഗ്രാമം ഇല്ല, അവിടെ ഒരു ബൈബിൾ ഗ്രാമം ഇല്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തി എന്തെന്നറിയാമോ? 2017 നമ്മൾ ധ്യാനകേന്ദ്രത്തിന് കല്ലിട്ടു. 2018 അതിൻ്റെ ആദ്യത്തെ നില കൂതാശ ചെയ്തു. 2017 ഈ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ഒരു 10-200 മീറ്റർ നടന്ന് ചെല്ലാവുന്നൊരു ദൂരത്ത്, മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട്, വണ്ടിക്കാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട്, വഴി പല ദൂരത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡിസ്റ്റൻസ് എടുത്താൽ അത്രയില്ല. ധ്യാനകേന്ദ്രം ഈ ഒരു സ്ഥലത്ത് ഒരു മുകളിലാണ്, അത് അപ്പുറത്തേക്കൊന്നില്ല. ഇത് നടന്ന് പോയാൽ ശരിക്കും നേരെ ഒരു വഴിയുണ്ടെങ്കിൽ ഒരു കഷ്ടിച്ചൊരു 20 മിനിറ്റ് നടക്കാനുള്ള വഴി, നടക്കാനുള്ള അത്രയേ ഉള്ളൂ. വണ്ടിക്ക് പോയാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് എത്താവുന്ന, 10 മിനിറ്റ് വേണ്ട. അവിടെ ഓർത്തഡോക്സ് സഭയപ്പെട്ട ഒരു സഹോദരൻ, ഒരു സുവിശേഷകൻ കുറച്ച് ഏക്കർ സ്ഥലം വാങ്ങിച്ചു 2017. നമ്മൾ പ്രാർത്ഥിച്ചതിന് വേണ്ടിയാണ് ബൈബിൾ ഗ്രാമം. നിങ്ങൾ കേട്ടോണം, 2017 ആ കാലഘട്ടത്തിൽ ഒരു സഹോദരൻ, ഓർത്തഡോക്സ് സഭയപ്പെട്ടൊരു സഹോദരൻ
അവിടെ കുറച്ച് സ്ഥലം വാങ്ങിച്ചു. സ്ഥലം വാങ്ങിച്ചിട്ട് അദ്ദേഹം ഒരു ബൈബിൾ മ്യൂസിയം പണിതു. ബൈബിൾ മ്യൂസിയം. വാഗ്ദാന പേടകം നിങ്ങൾ ബൈബിളിൽ വായിക്കുന്നു, നിങ്ങൾ കണ്ടിട്ടില്ല. ആ ബൈബിൾ മ്യൂസിയത്തിൽ അദ്ദേഹം ദൈവം പറഞ്ഞ അളവിൽ ഈ സമാഗമ കൂടാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മളതല്ലേ ആഗ്രഹിച്ചത്? ആണോ? നമുക്ക് 5 പൈസ മുടക്കില്ലാതെ വേറൊരാള് അതുണ്ടാക്കി നമ്മുടെ പര്യമ്പറത്ത് നമുക്കൊന്ന് നീട്ടി തുപ്പിയാൽ എത്തുന്ന സ്ഥലത്ത് അടുത്ത് അവിടെ ദൈവം ചെയ്യുന്നത് അങ്ങനെയാണ്. ഇന്ന് നമ്മൾ പ്രാർത്ഥനാ മുറിയിൽ കാണുന്നതാണ് നാളെ നമ്മുടെ കൺമുമ്പിൽ സംഭവിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ ആ സ്ഥലത്ത് ചെന്നിട്ട് ഞാൻ ആ സഹോദരനെ കണ്ട് സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, ഞങ്ങളിത് അന്ന് എത്രയോ നാൾ മുമ്പ് ദൈവമേ ഞങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണിത്, ഞങ്ങൾ ചെയ്യണമെന്ന്. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി വേറെ ഒന്നായിരുന്നു. അപ്പൊ ഇത് ദൈവത്തിൻ്റെ, നാം പറഞ്ഞ പ്രാർത്ഥന എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ തലമുറ, അടുത്ത് വരുന്ന തലമുറയെക്കുറിച്ച് നമ്മൾ കാനഡയിൽ പോകണോ അയർലൻഡിൽ പോകണോ എന്നല്ല മക്കൾ അല്ല പ്രാർത്ഥിക്കേണ്ടത്. എന്നെ ഒരു ചേച്ചി വിളിച്ചു, അച്ഛാ കാനഡയ്ക്ക് പോകാനായിട്ട് എത്ര പ്രാർത്ഥിച്ചിട്ടും അവന് കിട്ടുന്നില്ല അച്ഛാ, ഐലിസിന് സ്കോർ കിട്ടുന്നില്ല, അച്ഛൻ പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ ഫോണിലാണ് അങ്ങനെ അത് പെട്ടെന്ന് ആത്മാവ് എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അതായത് ആദ്യമായിട്ടാണ്, ഞാൻ ചിന്തിച്ചല്ല, തലേന്ന് വന്നതല്ല, ഇത് അകത്തുനിന്ന് പെട്ടെന്ന് ഇങ്ങനെ വന്നതാണ്. ഞാൻ പറഞ്ഞു, ചേച്ചി പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറയുന്നത് ഞാൻ പറയട്ടെ? അച്ഛൻ പറയാൻ പറഞ്ഞു. വിഷമം തോന്നുമോ? പറഞ്ഞാൽ ഇല്ല. ഞാൻ പറഞ്ഞു, ചേച്ചി കാനഡ പോകാൻ വേണ്ടിയല്ലേ പ്രാർത്ഥിച്ചുള്ളൂ? കാനഡ ചെന്ന് കഴിഞ്ഞിട്ട് ഒത്തിരി മക്കൾ ചെറിയ പ്രായത്തിൽ പോയി നശിച്ചു പോകുന്നതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങൾ എൻ്റെ കൺമുമ്പിലുണ്ട്. +2 ഒക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് അപ്പനമ്മമാരുടെ കണ്ണിൽ നിന്ന് പോയിട്ട് തോന്നിയാസത്തിൻ്റെ അങ്ങേയറ്റത്ത് ജീവിക്കുന്ന ആളുകൾ പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, കാനഡയിൽ അങ്ങോട്ട് പോകാനല്ലേ ധൃതി, പോയി കഴിഞ്ഞ് കൊച്ചെങ്ങനെ ജീവിക്കണമെന്ന് ചേച്ചി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞില്ല, അങ്ങനെ ചിന്തിച്ചിട്ട് പോലില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ അങ്ങനെ പ്രാർത്ഥിക്ക്. എന്താ? ദൈവമേ കാനഡയിൽ ചെന്നിട്ട് എൻ്റെ കൊച്ച് ദൈവത്തെ അറിയുന്നൊരു കൊച്ചായിട്ട് ജീവിക്കണം, അതിന് കർത്താവ് കൃപ തരണേന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞില്ല, ചേച്ചി എന്നെ തിരിച്ചു വിളിച്ചു, അച്ചോ ഇത്തവണ കിട്ടി കേട്ടോ, ഇത്തവണ കിട്ടി, അത് പ്രാർത്ഥിക്കാൻ കിട്ടി, കാനഡയ്ക്ക് പോകാമെന്ന്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതായത് നമുക്ക് ഈ കാനഡയ്ക്ക് പോയാൽ മതി, അത് കഴിഞ്ഞ് ഈ പയ്യൻ എങ്ങനാവും എന്നുള്ളതിനെ കുറിച്ചൊന്നും സംഭവമൊന്നുമില്ല. കല്യാണം നടന്നാൽ മതി, അത് കഴിഞ്ഞിട്ട് എങ്ങനാവും അതിനെക്കുറിച്ചൊന്നുമില്ല. ഈ ആത്മാവ് സ്വർഗത്തിലെത്തുമോ? ഈ ജീവിതം ദൈവത്തിന് പ്രസാദകരമായ ജീവിതമായി മാറുമോ? അതുകൊണ്ട് ഒറ്റ കാര്യം പ്രാർത്ഥിക്ക്, ദൈവം എൻ്റെ മക്കൾ വിശുദ്ധരാവണേന്ന് പ്രാർത്ഥിക്ക്. അങ്ങനെ പ്രാർത്ഥിക്ക്. ഇത്രയും കാലവും കാനഡയിൽ പോകുന്നതൊക്കെ പ്രാർത്ഥിച്ചില്ലേ? കാനഡയിലും അമേരിക്കയിലൊക്കെ ദൈവം എവിടെയെങ്കിലും കൊണ്ടുപോകുള്ളൂ. അത് നിങ്ങൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും കൊണ്ടുപോകും. മനസ്സിലായി? നിങ്ങളുടെ കൊച്ച് കാനഡയിൽ പോകേണ്ട ആളാണെങ്കിൽ പോയിരിക്കും, അത് നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും പോയിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. പക്ഷെ വിശുദ്ധരാവാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ വിശുദ്ധരാവില്ല. കാനഡയിൽ പോവും, അവിടെ പോയി നശിക്കും. അയർലൻഡിൽ പോവും, അവിടെ പോയി നശിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ പോയിട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോണേ? ഈ വിശുദ്ധിയും ദൈവകാര്യങ്ങളൊന്നും പ്രാർത്ഥിക്കാൻ നടക്കില്ല. ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തൊട്ടേ പ്രാർത്ഥിച്ചോണം, ദൈവം ഈ കൊച്ച് ദൈവത്തെ അറിയണം, ദൈവത്തെ ആരാധിക്കണം, യേശുവിനെ അറിഞ്ഞ് ജീവിക്കണം, ദൈവത്തിൻ്റെ മക്കളായിട്ട് വളരണം. മനസ്സിലാവുന്നുണ്ടോ? ചെറിയ പ്രായത്തിൽ കുഞ്ഞുനാൾ ഞാൻ നോക്കുന്നുണ്ട്. എൻ്റെ അമ്മ, ഞാൻ റെയിൽവേ ക്രോസ് ഇങ്ങനെ നടന്ന് റെയിൽവേ റോഡിലൂടെ പാളത്തിലൂടെ നടന്ന പള്ളിയിൽ പോകുന്ന സമയത്ത് വെപ്രാളപ്പെട്ട് താമസിച്ചാണ്. ഈ റെയിൽവേ പാളത്തിൽ കൂടെ ഇങ്ങനെ എൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടന്ന് പോകുന്ന സമയത്ത് എൻ്റെ അമ്മേനോട് പറഞ്ഞിട്ട്, മക്കളെ എനിക്കൊരാഗ്രഹമുണ്ട്, മോനെ അൾത്താരെ കയറാവോ? ഞാൻ പറഞ്ഞു, ഞാനും കയറത്തില്ല, എനിക്ക് പള്ളിയിൽ പോകുന്നത് തന്നെ ഇഷ്ടമല്ല. അന്നേരമാണ് അൾത്താരെ കയറുക. അപ്പോൾ എന്നോട് എൻ്റെ അമ്മ എപ്പോഴും പറയും, നീ അൾത്താരെ കയറുക, എനിക്ക് ഭയങ്കര ആഗ്രഹമാടാ, നീ ഇങ്ങനെ കുപ്പായൊക്കെ ഇട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നത് കാണാൻ. ഞാനും കയറത്തില്ല, എനിക്ക് വെള്ളിയാഴ്ച തന്നെ പള്ളിയിൽ പോകുന്നത് അമ്മ അടിക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ, എനിക്ക് പള്ളിയിൽ പോകുന്നത് ഇഷ്ടമേ അല്ലായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഞാൻ നല്ല ഉടുപ്പും പണ്ടും വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. എന്ത്? അൾത്താരെ കയറിയ. ഞാൻ പറഞ്ഞു, എന്നപ്പോൾ നാളെ തന്നെ അതിനുള്ള ഒരു സംവിധാനം ഞാൻ ഉണ്ടാക്കുന്നതാണ്. എന്താണ്? എനിക്ക് ഉടുപ്പും പണ്ടും കിട്ടിയാൽ മതിയാ. മനസ്സിലായില്ലേ? പിന്നെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോനെ നീ ഒരു അച്ഛനായിട്ട് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് കല്യാണം കഴിക്കണം, എനിക്ക് അച്ഛൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശരിക്കും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അച്ഛനൊന്നും അമ്മ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോടത് അമ്മ പറഞ്ഞിട്ടുണ്ട്, മോനെ എനിക്ക് ആഗ്രഹമുണ്ടോ നീ ഒരു അച്ഛനായിട്ട് കാണണമെന്ന്. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അതായത് അച്ഛനാവണം, അച്ഛനായിട്ട് കാണണം. ഞാൻ സെമിനാരി പോയി കഴിഞ്ഞിട്ട് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, അച്ഛന് സെമിനാരി, എൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചിട്ടുണ്ട്, നീ എങ്ങനെയാണോ പോയത് എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒത്തിരിയും പേര് പിന്നെ ചോദിച്ചിട്ടുണ്ട്, അച്ഛന് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഈ വൈദികനാവാൻ പോയതിന് ശേഷം തിരിച്ചു പോകണമെന്ന്. നിങ്ങൾക്കൊരു, ഞാൻ സത്യസന്ധ ടീച്ചറോട് മുമ്പ് ഇതൊരു കാര്യം പറയട്ടെ,
എനിക്ക് സെമിനാരി വെച്ച് ഒരൊറ്റ കണ്ണുനീര് ഒറ്റ പേടി ഉണ്ടായിരുന്നുള്ളൂ, ദൈവമേ എന്നെ അങ്ങനെ പറഞ്ഞു വിടുവോന്ന്. പോണമെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അതായത് ഒരു വൈദികനാവുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞ് തിരിച്ചു പോകണമെന്ന് എനിക്ക് 1995 സെമിനാരി ചേർന്നു. അന്ന് ആദ്യത്തെ ഒരു 6 മാസം ഓണത്തിൻ്റെ അവധി വരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് മാറി ഇന്നതിൻ്റെ ബുദ്ധിമുട്ട്, കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ട് അത് 6 മാസം കഴിഞ്ഞു. പിന്നെ എനിക്ക് എൻ്റെ ജന്മത്തിൽ, ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ ജന്മത്തിൽ എനിക്ക് പിന്നെ തിരിച്ചു പോകണമെന്ന് തോന്നിയിട്ടില്ല. എന്നിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പേടി വരും, എൻ്റെ ഈ കുസൃതി കാരണം എന്നെ എങ്ങാണ്ട് ഇവിടുന്ന് പറഞ്ഞു വിടുമെന്ന് എനിക്ക് ആകെ ഒരു പേടി ഉണ്ടായിരുന്നുള്ളൂ. ദൈവമേ എന്നെ പറഞ്ഞു വിടല്ലേ, എന്നെ അച്ഛനാക്കണേ. അത് എവിടുന്നാണ് കിട്ടിയേ? വലിയ നിവൃത്തിയൊന്നും ഇല്ലാത്തൊരു വീട്ടിലെ, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തൊരു അമ്മ കൂടെ കൊച്ചിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്, എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? മോനെ അച്ഛനാവണോടാ, പള്ളിയിൽ പോകണം, അച്ഛനാവണം, ആൾത്താരെ കയറണം. എനിക്ക് ഒറ്റ കാര്യം നിങ്ങളോട് പറയാനുള്ളൂ, നിങ്ങളുടെ മക്കൾ കാനഡയിലോ അയർലൻഡോ ഇവിടെ ഈ സ്വർഗത്തിലേക്ക് കാനഡയിൽ നിന്നും കൊടുമണ്ണിൽ നിന്നും ഒരേ ദൂരമാണ് കേട്ടോ. കാനഡയിൽ പോയോണ്ട് ആളുകൾ പെട്ടെന്ന് സ്വർഗത്തിൽ പോത്തൊന്നുമില്ല, എല്ലാം ഒരുപോലെ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞാൽ, കഴിയുന്നതും നാട്ടിൽ തന്നെ നിൽക്കുന്നതാണ് നല്ല. അത് നിങ്ങൾ പറയാം ഇയാൾ കുജുമുങ്ങനായ്മ കൊണ്ട് പറയുന്നത്. ഞാൻ ഈ ലോക രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ലോക രാജ്യങ്ങളിൽ സഞ്ചരിച്ച് അവിടുത്തെ ജീവിതം കാണുന്ന ഒരാളാണ്, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. എന്നെ നാളെ മുതൽ ഇനി ഫേസ്ബുക്കിൽ ഇത് ലൈവാ, തെറി വരും ഉറപ്പാണ്, എന്നാലും പറയുകയാണ്. എന്തെന്നറിയാമോ, ഞാൻ അവിടെ അയർലൻഡിൽ ചെന്നപ്പോൾ അവിടുത്തെ അച്ഛനോട് ചോദിച്ചു, അച്ഛോ ഇപ്പം ഈ വന്നിരിക്കുന്ന മലയാളികളിൽ എത്ര പെർസെൻറ്റേജ് ദേവാലയത്തിൽ വരുന്നുണ്ട്? 60%. അവരുടെ മക്കൾ ഏതാണ്ട് 60% ആളുകൾ വരുന്നുണ്ട്. അവരുടെ മക്കളോ? കാര്യമായിട്ടില്ല. അവരാ സംസ്കാരവുമായിട്ട് ഇഴുകിച്ചേർന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? കണ്ണുനീരോടെ യൂറോപ്യൻ രാജ്യങ്ങളിലെയും അമേരിക്കയിലെയും കാനഡ രാജ്യങ്ങളിലെ അപ്പനമ്മമാർ കണ്ണുനീരോടെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് നാട്ടിൽ പോകണം, പക്ഷെ മക്കൾ വരില്ല. മനസ്സിലായോ? മക്കൾ വരില്ല, അവർക്ക് നാട്ടിൽ പോകണം. കാരണം മക്കൾ അവിടുത്തെ രീതിയിലായി. മക്കൾ ചോദിക്കുകയാണ്, ആണ് കല്യാണം കഴിച്ചപ്പോൾ എന്താ കുഴപ്പം? പെണ്ണും കല്യാണം കഴിച്ചാൽ എന്താ ഇപ്പോൾ കുഴപ്പം? മക്കൾ ചോദിക്കുകയാണ്. അതുകൊണ്ട് ഈ കാനഡ, അയർലൻഡ്, ഓസ്ട്രേലിയ, പിന്നെ സ്വീഡൻ എന്നൊക്കെ പറയുമ്പോൾ വലിയ കാര്യം ചിന്തിക്കരുത്. മര്യാദയ്ക്കുള്ള കഞ്ഞിയും കുടിച്ച് നാട്ടിൽ നിൽക്കുന്നതാണ് നല്ലത്. വിശ്വാസമുള്ളൊരു തലമുറയാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഉള്ള കഞ്ഞിയും കുടിച്ച് നാട്ടിൽ നിൽക്കുന്നതാണ് നല്ലത്. പറഞ്ഞേ ഹല്ലേലൂയ. പിന്നെ ഇതൊക്കെ ആർക്കും മനസ്സിലാവത്തില്ല, കുടുംബത്തിലുള്ളവർക്ക് പോലും പറഞ്ഞാൽ മനസ്സിലാവത്തില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ആരോട് കാനഡയിൽ പോകണം, പോയിട്ട് വാ എന്ന് പറഞ്ഞ് ആശീർവദിച്ച് വിടത്തേ ഉള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത്, നമുക്ക് ദൈവവിശ്വാസമുള്ളൊരു തലമുറ രൂപപ്പെട്ട് വരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാനഡയിൽ പോകുന്നൊന്നുമല്ല കാര്യം. തെറിവിളി എന്തായാലും ഉറപ്പായിരുന്നു, എന്നാലും ഉള്ളതങ്ങ് പറഞ്ഞു തീർക്കാം. അപ്പോൾ കാനഡയിൽ പോകുന്നൊന്നുമല്ല കാര്യം. മറിച്ച് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ദൈവത്തെ അറിഞ്ഞ് കേരളം എന്ന് പറഞ്ഞ് ഇവിടെ വിശ്വാസമെങ്കിലും ഉണ്ട്. ഇത്രയും കാലത്തിനിടയിൽ അതിന് ഒരു കുഴപ്പം, പള്ളിയിലൊക്കെ ആളുകൾ വരുന്നെങ്കിലും ഉണ്ട്. മറ്റേതൊന്നും അതൊന്നും അല്ല. ഒരു രാജ്യത്ത് നിന്നപ്പോൾ അവിടുത്തെ മെത്രാൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നു. ഇംഗ്ലീഷുകാരനാണ് അദ്ദേഹം. വന്നിട്ട് പ്രസംഗത്തിനിടയിൽ മലയാളി അച്ഛന്മാരോടും മലയാളികളോടും പറഞ്ഞു, നിങ്ങൾ ഞായറാഴ്ച നിങ്ങളുടെ പള്ളിയിൽ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും അങ്ങ് ടെൻഷനായി. ഈ പിതാവ് എന്താ പറയുന്നത്, ഞായറാഴ്ച നിങ്ങളുടെ പള്ളിയിൽ പോകാതെ? ഉടനെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ശനിയാഴ്ച നിങ്ങളുടെ മലങ്കര, മലബാർ, ലത്തീൻ ആരാധനക്രമം നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ ശനിയാഴ്ച കുർബാന ചൊല്ലിയിട്ട് ഞായറാഴ്ച നിങ്ങൾ ഞങ്ങളുടെ ഇംഗ്ലീഷ് പള്ളികളിലേക്ക് വാ, ഞങ്ങളുടെ മനുഷ്യരെന്ന് കാണട്ടെ. കൊച്ചുങ്ങളെങ്ങോട്ടൊക്കെ പള്ളി വരുന്ന അപ്പനമ്മമാരെ ഞങ്ങളുടെ മനുഷ്യരെന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ആരും ഇല്ലെന്ന്, പിള്ളേരൊന്നും പള്ളിയിൽ പോകുന്നില്ലെന്ന്. പിള്ളേർ പറയാം ആണും കല്യാണം കഴിക്കാമെന്ന്, പിള്ളേർ പറയാം പെണ്ണും കല്യാണം കഴിക്കാമെന്ന്. പിള്ളേർ പറയാണ് അപ്പനന്മാരുടെ നിയന്ത്രണത്തിൽ. പോലീസിനെ വിളിക്കും. എന്നോട് ഒത്തിരി വേദനയോടെ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ കൊച്ചിന് വഴക്ക് പറയാൻ പോലും നോക്കാൻ പോലും പറ്റത്തില്ല. പോലീസിനെ വിളിക്കും. പോലീസ് വന്ന് അപ്പനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. എന്ത് രസമായിരുന്നല്ലേ? പിള്ളേ വീട്ടിൽ നിന്ന് പറയുമ്പോൾ എന്താടാ താമസിച്ച് അടിക്കുന്നു പറയുന്നത്, 101 വിളിക്കുന്നു. 101 ആംബുലൻസ് അല്ലേ, 100 അല്ലേ, പോലീസിനെ വിളിക്കുന്നു. പോലീസ് വന്ന് അപ്പനെ, മിസ്റ്റർ ചാക്കോച്ചനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ചാക്കോച്ചൻ വില കിട്ട്. എന്താ കാര്യം? ചെറുക്കനെ വഴക്ക് പറഞ്ഞാണ്. എന്നാൽ ഇപ്പോൾ കാനഡ, അയർലൻഡ്, ഈ ദൈവമേ ഇനി എന്തെല്ലാം തെറിയാണാവോ എന്ത് വരാൻ പോണേ. ഞാൻ പറയുന്നത് നല്ല കാര്യം. നിങ്ങൾക്ക് ഇപ്പോൾ ദൈവം വെച്ചിരിക്കുന്നത് അയർലൻഡ് ആണെങ്കിൽ പൊക്കോ, നിങ്ങൾക്ക് ദൈവം വെച്ചിരിക്കുന്നത് അമേരിക്ക ആണെങ്കിൽ പൊക്കോ, നിങ്ങളെ ദൈവം നട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നത് സ്വീഡനും ഇന്തോനേഷ്യയും സൗത്ത് ആഫ്രിക്കയും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പൊക്കോ, ഓസ്ട്രേലിയ ആണെങ്കിൽ പൊക്കോ. ഞാൻ അതിനൊന്നും എതിരൊന്നുമല്ല. ഞാൻ പറയുന്നത് അതിനകത്തൊന്നുമല്ല കാര്യം.
വിശ്വാസമുള്ളൊരു തലമുറ ഉണ്ടാവുമോ? ഇന്ന് 10 ദിവസം കഴിയുമ്പോൾ വിവാഹമോചനം, 5 ദിവസം കഴിയുമ്പോൾ വിവാഹമോചനം. മനസ്സിലായില്ലേ? എന്നോടൊരു സഹോദരൻ ഒത്തിരി കണ്ണുനീരോട് ഇന്ന് രാവിലെ ഇരുന്ന് പറഞ്ഞാണ്. അതായത് പറയുകയാണ്, പിന്നെ അമ്മായിപ്പം പറഞ്ഞു, നീ അങ്ങനെ സംസാരിക്കരുത്. അപ്പോൾ പറഞ്ഞു, ഹലോ ഹലോ ഹലോ, നീ എന്നൊന്നും വിളിക്കണ്ടെന്ന് പറഞ്ഞു. ഈ ഒരു പേരുണ്ട്, ആ പേര് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. വേറൊരു സഹോദരൻ പറഞ്ഞു, എന്നെ അവള് ലാപ്ടോപ്പ് വെച്ച് എന്നെ വയറ്റത്ത് കുത്തിയെന്ന് പറഞ്ഞു. ലാപ്ടോപ്പ് വെച്ച്. ഒരുത്തൻ പറഞ്ഞു, ഈശോയുടെ മുമ്പിൽ നിന്നാണ് പറയുന്നത്, ഒരുത്തൻ പറഞ്ഞു ഭിത്തിയോട് ചേർത്ത് വെച്ചിട്ട് അവള് പറഞ്ഞു ഒറ്റ കയറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ തിരിച്ചാ കേട്ടിട്ടുള്ളേ, അല്ലേ? തിരിച്ചായിരുന്നു കേട്ടിട്ടുള്ളേ. ശരിയില്ലേ സാറേ? തിരിച്ചാ കേട്ടോണ്ടിരുന്നേ. മറ്റേ കള്ളൊക്കെ കുടിച്ചിട്ട് ഇവിടില്ല, മറ്റേ ഉഗാണ്ടയിലൊക്കെ ഉള്ള കള്ളുകുടിയന്മാർ തലക്കെട്ടൊക്കെ കെട്ടി മുണ്ടൊക്കെ ഇങ്ങനെ കയറ്റി കുത്തിയിട്ട് വന്നിട്ട് ഭാര്യയെ ഇടിക്കുന്നത്. ഈ അങ്ങനെ ഇപ്പം തിരിച്ചാ. ഏതാ? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, എന്നോട് സംസാരിച്ചവനോട് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, ഞാൻ നിന്നെ, അയ്യോ എനിക്ക് നിന്നോട് ബഹുമാനം തോന്നുക, നീ ഒന്നിട്ട് ഒന്നും പറഞ്ഞില്ലേ? ഞാൻ ഒന്നും പറഞ്ഞില്ല അച്ഛാന്ന് പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല. കാരണം എന്താ? ഇവളെങ്ങാനും കൊണ്ടു വല്ല കേസും കൊടുത്താൽ പിന്നെ നമ്മൾ ഇപ്പം അങ്ങനല്ലേ? അതുകൊണ്ട് ഇപ്പോൾ ഭർത്താക്കന്മാരൊന്നും ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നുണ്ട്. മനുഷ്യൻ ജീവന് പേടിയുള്ളതുകൊണ്ട്, കോടതി കയറാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. സ്ത്രീകൾക്ക് അനുകൂലമാണ് എന്ത്? നിയമം. അതുകൊണ്ട് കയറി അങ്ങ് വിളയരുത്. പോട്ടെ, സമയം പോന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് വേണ്ടത് വിശ്വാസമുള്ളൊരു തലമുറയാണ്. വിശ്വാസമുള്ള, അതുകൊണ്ട് ഉള്ളൊരുകി പ്രാർത്ഥിച്ചോണം. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ലോകം. നമ്മുടെ കയ്യിൽ നിന്ന് പോവുക പിള്ളേരെല്ലാം. വിശ്വാസമുള്ളൊരു തലമുറ, അപ്പനെ അമ്മയെ സ്നേഹിച്ച് അപ്പനും അമ്മയോടും ബഹുമാനം. ചില മക്കളെയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, അതങ്ങനെയാണ്. അത് എത്ര പ്രായമായാലും അപ്പൻ അമ്മ, അപ്പൻ അമ്മ ഒക്കെ പോവാ, എല്ലാം പോവാ. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കിപ്പോക്കോ. അപ്പനെ അമ്മയും കൊല്ലുകയാണ് ചിലർ. അപ്പനെ അമ്മയെ അടിച്ച് പുറത്താക്കുകയാണ്. വിശ്വാസമുള്ള, ദൈവത്തെ ഭയമുള്ള ഒരു തലമുറ വളർന്നു വരാൻ പ്രാർത്ഥിക്കണം. ഇങ്ങനെ നടക്കരുത്, വെറുതെ അലഞ്ഞ് നടക്കരുത്. ഇന്ന് ഈ മസിലും ബലമെല്ലാം നാളെ ഇല്ലാതാവും. പിള്ളേരിട്ട് വട്ട് തട്ടും. ദൈവത്തെ വിളിച്ചോണം, ദൈവത്തെ വിളിച്ച് കരഞ്ഞോണം.